വചനം 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 ദൈവം നൽകിയ വചനം ഏവർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഭാഗ്യവചനധാരയിലേക്ക് ഏവരെയും ക്ഷണിക്കുകയാണ്. കപടത നിറഞ്ഞ ഈ ലോകത്ത് നിഷ്കളങ്കതയോടെ ജീവിക്കുക എന്നത് വലിയൊരു വെല്ലുവിളിയാണ്. യേശുവിനെ മാറ്റി നിർത്തിയാൽ ഈ വിഷയത്തെ ഏറ്റവും കൂടുതൽ ആഴത്തിൽ പ്രതിഫലിപ്പിച്ച് വേദപുസ്തകത്തിലൂടെ നമ്മെ പഠിപ്പിച്ചിരിക്കുന്ന ഒരു കഥാപാത്രം ദാനിയേൽ പ്രവാചകനാണ്. ബാബിലോണിയൻ രാജസദസ്സിലെ ചതിക്കുഴികൾക്കും രാഷ്ട്രീയ തന്ത്രങ്ങൾക്കുമിടയിൽ ദാനിയേൽ എങ്ങനെ തൻ്റെ നിഷ്കളങ്കത, തൻ്റെ ഇൻറ്റഗ്രിറ്റി കാത്തു സൂക്ഷിച്ചു എന്നതിനെ ആസ്പദമാക്കി അല്പസമയം നിങ്ങളുടെ ചിന്തയെ ധന്യമാക്കാമെന്നാണ് കർത്താവിൽ പ്രത്യാശിക്കുന്നത്. ദാനിയേൽ പ്രവചനം 12-ാം അധ്യായം 3-ാമത്തെ വാക്യം: എന്നാൽ ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിൻ്റെ പ്രഭു പോലെയും പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെ പോലെയും എന്നും പ്രകാശിക്കും. കപടതയുടെ ബാബിലോണിലെ നിഷ്കളങ്കതയുടെ ചൈതന്യമായ ദാനിയേൽ വളരെ കൃത്യമായി നമ്മെ ബോധ്യപ്പെടുത്തുന്നു, നാം ജീവിക്കുന്നത് സത്യത്തേക്കാൾ മിനുസമുള്ള കള്ളത്തിന് വിലയുള്ള ഒരു ലോകത്താണെന്ന്. ഇവിടെ നിഷ്കളങ്കത പലപ്പോഴും ബലഹീനതയായി വ്യാഖ്യാനിക്കപ്പെടുന്നു. എന്നാൽ വേദപുസ്തക ദർശനത്തിൽ നിഷ്കളങ്കത എന്നത് ഒരു വിവരക്കേടല്ല, മറിച്ച് ദൈവത്തിലുള്ള അചഞ്ചലമായ വിശ്വാസത്തിൽ നിന്ന് ഉടലെടുക്കുന്ന ധാർമ്മികമായ ഒരു കരുത്താണ്. ഒന്നാമതായി നാം ചിന്തിക്കുവാനുള്ളത് സാഹചര്യമല്ല, സത്തയാണ് അതിൻ്റെ പ്രധാനം. അതിനെ നമുക്ക് വേണമെങ്കിൽ ഇന്നർ റിസോൾവിൻ്റെ ദൈവശാസ്ത്രം എന്ന് വേണമെങ്കിലൊക്കെ വിളിക്കാം. ദാനിയേൽ പ്രവചനം 1-8 വാക്യത്തിൽ നാം വായിക്കുന്നു: രാജാവിൻ്റെ ഭക്ഷണത്താലോ അവൻ കുടിക്കുന്ന വീഞ്ഞിനാലോ തന്നെത്താൻ അശുദ്ധനാക്കിയില്ല എന്ന് ദാനിയേൽ ഹൃദയത്തിൽ നിശ്ചയിച്ചു. കപടതയുടെ ലോകത്ത് നിഷ്കളങ്കനായിരിക്കാനുള്ള ആദ്യപടി ഹൃദയത്തിലെ ചില നിശ്ചയങ്ങളാണ്. ചുറ്റുമുള്ള സംസ്കാരം നമ്മെ വിഴുങ്ങുവാൻ ശ്രമിക്കുമ്പോൾ എവിടെ അല്ല എന്ന് പറയണം എന്ന ബോധ്യം ദാനിയേലിനുണ്ടായിരുന്നു. ബാബിലോണിലെ പേരും വിദ്യാഭ്യാസവും സ്വീകരിച്ചപ്പോഴും തൻ്റെ ആത്മീയ സ്വത്വം അഥവാ ഐഡന്റിറ്റി പണയപ്പെടുത്താൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. ലോകത്തിൻ്റെ രീതികളോട് പൊരുത്തപ്പെടുമ്പോഴും നാമും നമ്മുടെ ആന്തരിക മൂല്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യാതിരിക്കുക എന്നതാണ് ഇവിടെ പ്രധാനം. രണ്ടാമത് നാം ചിന്തിക്കുന്നത് കുറ്റമില്ലാത്ത ഒരു ജീവിതമാണ്. ശത്രുക്കൾ തന്നെ പറയുന്ന ദാനിയേലിനെ പറ്റി പറയുന്ന സാക്ഷ്യം ദാനിയേലിന്റെ പുസ്തകം 6-ാം അധ്യായത്തിൽ ദാനിയേലിനെ ചതിക്കാൻ നോക്കുന്നവർക്ക് അവനിൽ ഒരു കുറ്റവും കണ്ടെത്താൻ കഴിയുന്നില്ല, അവൻ വിശ്വസ്തനായിരുന്നത് കൊണ്ടും അവനിൽ യാതൊരു പിഴയും കുറ്റവും കണ്ടുപിടിച്ചില്ല എന്ന് ദാനിയേൽ 6:4 പറയുന്നുണ്ട്. നിഷ്കളങ്കത എന്നത് കേവലം ഭക്തിയല്ല, അത് പ്രവൃത്തിയിലെ മികവ് അല്ലെങ്കിൽ എക്സലൻസ് കൂടിയാണ്. ഒരവിശ്വാസിയുടെ ലോകത്ത് നാം ജീവിക്കുമ്പോഴും നമ്മുടെ ജോലിയിലും പെരുമാറ്റത്തിലും വിശ്വസ്തത പുലർത്തുന്നത് വഴി കപടതയുടെ ലോകത്തിന് മറുപടി നൽകാൻ നമുക്ക് കഴിയും. നമ്മുടെ ശത്രുക്കൾ പോലും നമ്മുടെ സത്യസന്ധതയെ അംഗീകരിക്കേണ്ടി വരുന്നിടത്താണ് ഈ നിഷ്കളങ്കത വിജയിക്കുന്നത്. മൂന്നാമത് നാം ചിന്തിക്കേണ്ടത് നമുക്ക് മുമ്പാകെയുള്ള തുറന്ന ജാലകങ്ങളെ കുറിച്ചാണ്. ദൈവത്തോടുള്ള പാരസ്പര്യം രാജകൽപ്പന ലംഘിച്ചാൽ സിംഹക്കുഴിയിൽ അകപ്പെടുമെന്ന് അറിഞ്ഞിട്ടും ദാനിയേൽ തന്റെ ശീലം മാറ്റിയില്ല. അവൻ യെരൂശലേമിന് നേരെ ജനൽ തുറന്നിട്ട് ദിവസവും 3 നേരം പ്രാർത്ഥിച്ചു. കപടതയുടെ ലോകം നമ്മെ ഭയത്തിലൂടെ കീഴടക്കാൻ ശ്രമിക്കുമ്പോഴും ദൈവവുമായുള്ള നിരന്തര ബന്ധം, ദ സ്പിരിച്വൽ കൺസിസ്റ്റൻസി, അത് ഭയത്തെ ഇല്ലാതെയാക്കുന്നുണ്ട്. രഹസ്യമായി പ്രാർത്ഥിക്കുന്നത് മാത്രമല്ല, മറിച്ച് തൻ്റെ വിശ്വാസം പരസ്യമായി പ്രഖ്യാപിക്കുവാനുള്ള ഒരു ധൈര്യവും ദാനിയേലിലൂടെ കാണിക്കുന്നുണ്ട്. കപടതയില്ലാത്ത ജീവിതം എന്നാൽ മനുഷ്യർക്ക് മുൻപിലും മനുഷ്യർക്ക്
ദൈവത്തിന് മുൻപിലും ഒരേ മുഖമുള്ള ജീവിതമാണ്. അതുകൊണ്ട് തന്നെയാണ് ദാനിയേലിന് സിംഹക്കുഴിയിൽ പോലും സംരക്ഷണം ലഭിച്ചത്. പ്രൊവിഡൻസ് ഓഫ് ഗോഡ്. ലോകം നിഷ്കളങ്കനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചേക്കാം, എന്നാൽ ദൈവം അവിടെ ഇടപെടുന്നു. സിംഹത്തിന്റെ വായടയ്ക്കുന്ന ദൈവം നിഷ്കളങ്കതയുടെ സംരക്ഷകനാണ്. ദാനിയേലിന്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് ഇതാണ്. നിഷ്കളങ്കത എന്നതൊരു മുഖംമൂടിയല്ല, മറിച്ചൊരു ജീവിത ശൈലിയാണ്. ചുറ്റുമുള്ളവർ ചതിയുടെയും കപടതയുടെയും ഭാഷ സംസാരിക്കുമ്പോൾ സ്വർഗത്തിന്റെ ഭാഷ സംസാരിക്കാൻ നമുക്ക് കഴിയണം. ദാനിയേലിനെ പോലെ ലൗകികമായ നേട്ടങ്ങളെക്കാൾ ദൈവഹിതത്തിന് മുൻഗണന നൽകുമ്പോൾ കപടതയുടെ ലോകത്ത് നാം പ്രകാശമായി മാറും. ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിലെ പ്രഭ പോലെയും പലരെ നീതിയിലേക്ക് നടത്തുന്നവർ നക്ഷത്രങ്ങളെ പോലെയും എന്നെന്നും പ്രകാശിക്കും എന്ന ദാനിയേൽ പ്രവചനം തന്നെ ഉദ്ധരിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.